ഹായ്, എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു ചെറിയ കുഞ്ഞീ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നേ രാവിലെ മോള് ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട് USSൻ്റെ. അപ്പോൾ അതിന് കൊണ്ടുപോകണം. അപ്പോൾ അതിന് കൊണ്ടുപോകാനായിട്ട് രാവിലെ എണീറ്റ് വന്ന് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി തടഞ്ഞ് നടക്കേ. അപ്പോൾ എന്തായാലും പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടൊക്കെ രാത്രി ഉറങ്ങിയത്. ഞാൻ നല്ല കുട്ടിയായിരുന്നു. അങ്ങനെ എന്താ പറയുക, രാവിലെ എണീറ്റ് വന്നു. സാമ്പാറിനാണ് ഫസ്റ്റ് വെച്ചത്. കാരണം മോക്ക് ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ലഞ്ച് ഇഡ്ഡലി കൊടുത്തു വിടാം. ഇഡ്ഡലിയാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചോറൊക്കെ വെക്കണം എന്നൊക്കെ പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ എഴുന്നേക്കാൻ പറ്റിയില്ല. രാവിലെ ഞാൻ 7 മണിയായി എണീറ്റത്. 8:30 എനിക്ക് ഇവിടെ നിന്ന് പോവുകയും വേണം വീട്ടിൽ നിന്ന്. അങ്ങനെ മോനെയും സ്കൂളിൽ വിടണം. അപ്പോൾ രാവിലെ സാമ്പാർ വെച്ചു. സാമ്പാറിന് വെച്ചിട്ട് ചായക്ക് വെച്ചു. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം ഇങ്ങനെ ആരംഭിച്ചു. എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പൊതുവെ ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ പോയി അവിടെ ചെന്ന് നിന്ന് രാവിലെ ചായ ഇടുക, കാപ്പി ഉണ്ടാക്കുക, ചോറ് വെക്കുക, കുട്ടികളെ പറഞ്ഞു വിടുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവരിങ്ങനെ ചെയ്തുകൊണ്ട് നടക്കും. ഒരിക്കലും അവർക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തുന്നില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല. ഞാൻ പണ്ടൊക്കെ, അതായത് മക്കളൊക്കെ സ്കൂളിൽ ഫസ്റ്റൊക്കെ പോയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ എൻ്റെ സമയങ്ങൾ കളയുമായിരുന്നു. വെറുതെ കളയുമെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. വൈകുന്നേരം ആവുന്നത് വരെ ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്നറിയോ, വൈകുന്നേരം കുട്ടികൾ വരുമ്പം എന്താണ് സ്പെഷ്യൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതാ ചിന്ത. എന്ത് കൊടുക്കാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പം പഴംപൊരി ഉണ്ടാക്കുക, കായ്പോള ഉണ്ടാക്കുക, ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുക, ഉന്നക്കായ ഉണ്ടാക്കുക, അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസൊക്കെ പുതിയത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസം അവർ വരുമ്പോഴും ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ സമയങ്ങൾ കളയുക. അത് പക്ഷേ ഞാൻ ഇപ്പോഴാലോചിക്കാറുണ്ട്, എനിക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ അന്ന് ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതായിരുന്നു. എൻ്റെ എന്തുമാത്രം സമയമാണ് വേസ്റ്റാക്കി കളഞ്ഞതെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് വേസ്റ്റാക്കി കളയാൻ സമയമില്ല. ഞാൻ എന്താ പറയുക, കേക്ക് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഞാൻ തിരക്കാണ്. അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവും. ഇപ്പോൾ സാമ്പാറിനൊക്കെ അരിയുന്നുണ്ടോ, ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് അരിയുന്നു എന്ന് വിചാരിക്കേണ്ട. എന്നാലും ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ഭയങ്കര ഫാസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. എനിക്കിങ്ങനെ പയ്യെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, അങ്ങനെ നമ്മൾ കുറച്ച് സമയം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലപ്പോൾ വിചാരിക്കും, നമ്മൾ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നടന്നും ഇരുന്നും ഇങ്ങനെ കുനിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ എടുത്തും ഞാൻ വർക്കൗട്ട് പോലെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതൊരിക്കലും വർക്കൗട്ടായിട്ടൊന്നും കൂട്ടൂല. അതൊക്കെ നമ്മുടെ ഹാർഡ് വർക്കിൽ പെടുന്ന സാധനങ്ങളാണ്. അപ്പം ലേഡീസ് എപ്പോഴും ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മുടെ ബോഡിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു എക്സസൈസ്, ഒരു വാമപ്പ് പോലെ, ഒരു പാട്ടിട്ട് ഡാൻസ് കളിക്കാം. ഞാൻ ഡാൻസ് കളിക്കാറുണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഡാൻസ് കളിക്കാൻ അറിയില്ല. എൻ്റെ ഡാൻസൊക്കെ കണ്ടാൽ മമ്മൂട്ടി പോലും ചോദിക്കും ഇതെന്തുവാ ഇത് എന്ന് ചോദിക്കും. ആ അവസ്ഥയിലാണ് എൻ്റെ ഡാൻസ് കളി. എന്നാലും ഞാൻ കളിക്കും. പക്ഷെ അതൊരു എന്താ പറയുക, ഭയങ്കര റിലാക്സ് ആവും മനസ്സും. കൈയൊക്കെ നമ്മൾ നല്ല പൊക്കി ഇങ്ങനെ ആ ഒരു വർക്കൗട്ടിങ് മെത്തേഡിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ ഇടയ്ക്ക് ജിമ്മിൽ പോയിരുന്നല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് മാറിയപ്പം ജിമ്മിൽ പോക്ക് അവിടെ അങ്ങ് സ്റ്റോപ്പായി. അപ്പോൾ ഇനി അടുത്ത് എന്തായാലും വീട്ടിൽ തന്നെയാണ് ട്രെഡ്മില്ല് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്. കിച്ചണിൽ നിൽക്കുമ്പം പാട്ടിട്ടിട്ട് ഡാൻസൊക്കെ കളിച്ചാണ് നിൽക്കുന്നത്. രാവിലെ അല്ല, ഈ വൈകുന്നേരങ്ങളിൽ അപ്പോഴാണ് ഒന്ന് റിലാക്സ് ആവുന്നത്. എനിക്കാണെങ്കിൽ ചൂടും ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കുറേ ജോലിയും കിച്ചണിൽ ഭയങ്കര ചൂട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ദേഷ്യം എല്ലാവർക്കും പൊതുവേ വരുന്നതാണെന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും പൊതുവേ വരുന്നൊരു കാര്യമാണ് ഈ ഹ്യൂമിഡിറ്റി കൂടിയിട്ട് ദേഷ്യം വരിക. കണ്ടോ, എൻ്റെ ചായ തിളച്ച് തൂകി പിള്ളേരെ. ചായ എപ്പോഴും അങ്ങനെയുള്ളതാണ്. ഞാൻ ഇത്രയും നേരം അവിടെ നിന്നേയല്ലേ, ഞാൻ കുനിഞ്ഞൊരു സാധനം എടുത്തതാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, അതവിടെ നടക്കും ഇങ്ങനെ. അപ്പം എല്ലാവരും വർക്കൗട്ട് ചെയ്യണം, എന്തെങ്കിലും ഡാൻസൊക്കെ കളിക്കണം. സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചൂടോടെ ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ സഫി ഇതോ ചൂടോടെ എടുത്ത് വെച്ചു എന്ന്. എനിക്കങ്ങനെയുള്ള ചെറിയ പ്രാന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളാരും അത് അനുകരിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികൾ. അങ്ങനെ എന്താ പറയുക, അതെവിടേക്കോ പോയി പറഞ്ഞുകൊണ്ട് നിന്നത്, ചൂടിൽ പോയി. അത് പോട്ടെ. അപ്പം നമ്മൾ കൈയോടെ അതങ്ങ് തുടച്ചെടുത്താൽ അവിടെ അങ്ങ് വൃത്തിയായി കിടക്കും. ഓക്കെ, അതും കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം. നമ്മളങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക്, അങ്ങനെ ഹാർഡായിട്ടൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഡാൻസ് കളിച്ചാൽ തന്നെ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ ഷാറൂഖ് ഖാൻ്റെയോ അല്ലെങ്കിൽ വേറെ അല്ലു അർജുൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക
ഏതെങ്കിലുമൊക്കെ നല്ല അടിച്ചുപൊളി വിജയുടെയൊക്കെ പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് അടിച്ചു പൊളിക്കുക. അതുപോലെ അജിത്തിൻ്റെ പാട്ട്, അതൊക്കെ പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് ഡാൻസ് കളിക്കുക. സൂര്യയുടെയൊക്കെ പാട്ടൊക്കെ ഇട്ട് നമ്മളൊരു ചിൽ പാട്ടുണ്ടല്ലോ, അങ്ങനത്തെ പാട്ടൊക്കെ ഇട്ട് എന്തെങ്കിലും ഡാൻസ് കളിക്കുക. നമ്മുടെ ഡാൻസ് കളിക്കുക നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ലല്ലോ കളിക്കുന്നത്. ആരും വിലയിരുത്തി നമുക്ക് മാർക്ക് വിട്ട് തരണ്ട. നമ്മുടെ ഇഷ്ടം, നമ്മൾ ഡാൻസ് കളിക്കുന്നു അത്രയും തന്നെ ചിന്തിക്കുക. അയ്യോ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടെ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തും ചെയ്യാം. പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, പടം വരയ്ക്കാം, നമുക്ക് എന്തും ചെയ്യാം. നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യണം. നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ സാമ്പാറിൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഈ സാമ്പാർ ഞാൻ ചിത്രയുടെ റെസിപ്പി പോലെയാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ കണ്ടോ, ഈ ചൂട് കാരണം കുരു വന്നു. ചൂടത്ത് കുറച്ച് ദിവസമായിട്ട് ഈ വെയിലത്ത് തന്നെയാണ് സഞ്ചാരം. അങ്ങനെ മുഖത്തൊക്കെ കുരു വന്നു. എന്നിട്ട് അതിങ്ങനെ ചൂട് കുരു പോലെ വലിയ കുരു വന്നിട്ട് അതിങ്ങനെ പെട്ടു. മുഖക്കുരു അല്ല കേട്ടോ. അപ്പോൾ ഈ സാമ്പാറിൻ്റെ റെസിപ്പി ചിത്രയുടെയാണ്. ചിത്രയുടെ സാമ്പാറാണ് വെക്കുന്നത് ഇപ്പം വീട്ടിൽ. നല്ല സാമ്പാറാണ് കേട്ടോ. വീണ്ടും ഞാൻ ചൂട് ചായയാണ് എടുത്തുകൊണ്ട് പോയതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളാരും അത് അനുകരിക്കരുത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചില സമയത്ത് സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര മടിയുള്ള ദിവസമാണ്. മടിയായിട്ടാണ് ഞാനിപ്പോൾ രാവിലെ ഈ കിച്ചണിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ അപ്പോഴപ്പോഴും ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ്. കാരണം ഇല്ലെങ്കിൽ അതവിടെ ഇങ്ങനെ കൂടിക്കിടക്കും. പിന്നെ അത് കഴുകാൻ വേണ്ടി കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്യണം. അപ്പം അതിൻ്റെ നല്ലത് അപ്പോഴപ്പോഴും കഴുകി വെച്ചാൽ പിന്നെ എടുത്തങ്ങ് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴപ്പോഴും കഴുകുകയാണ്. പാത്രം കഴുകാനില്ല. ഇതിപ്പം കഴുകാൻ വരും എങ്ങനെയാണെന്നറിയോ, ഇവർ ഫുഡ് കഴിച്ചിട്ട് കൊണ്ടുവന്ന് അവിടെ വയ്ക്കും. അപ്പം ഞാൻ എപ്പോഴും പറയും കഴുകി വെച്ചിട്ട് പോകണം. എൻ്റെ ഇഡലിത്തട്ടിനൊരു പണി കിട്ടി. സംഭവം ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചിരുന്നു. ഏത്തപ്പഴം അല്ല, സോറി, മറ്റേ എന്താ പറയുക എൻ്റെ പേര്, ചോളം പുഴുങ്ങാൻ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ പോയി. അത് ആ തട്ടോടുകൂടി കരിഞ്ഞുപോയി സുഹൃത്തുക്കളെ, കരിഞ്ഞുപോയി കണ്ടോ. കരിഞ്ഞൊരു അങ്ങനെ തന്നെ എൻ്റെ ഇഡലി തട്ടും ഇഡലി പാത്രവും ചീത്തയായിപ്പോയത്. ചീത്തയായി മീൻസ് ഇങ്ങനെ ഓവർ ഹീറ്റായിട്ട് അതിങ്ങനെ ഒരു വല്ലാതെ ആയിപ്പോയി. അപ്പോൾ എന്താ പറയുക, ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നല്ല ഫുഡ് കഴിക്കണം, ഒരുപാട് വെള്ളം കുടിക്കണം. ഇപ്പോൾ ചൂട് സമയമാണ്. ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ജ്യൂസ് കുടിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ലൈമോ ഒരു തണ്ണിമത്തനോ ഗ്രേപ്പോ എന്തെങ്കിലും ഫ്രൂട്ട്സും കഴിക്കും. അപ്പം ഞാനിന്നിപ്പോൾ ഗ്രേപ്സാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് കഴിക്കാനേ കൊള്ളാവും, ജ്യൂസ് അടിക്കുന്നതല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളടുത്തും കൂടെ പറയാം. എല്ലാവരും ഒരുപാട് വെള്ളം കുടിക്കണം, ജ്യൂസ് കുടിക്കണം, ഹെൽത്ത് നോക്കണം. പൊതുവേ സ്ത്രീകൾ വെള്ളം കുടിക്കാറില്ല, അവരുടെ ഹെൽത്ത് നോക്കാറില്ല. അപ്പോൾ എല്ലാവരും ഹെൽത്ത് നോക്കി നല്ല കുട്ടികളായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.